ഇന്നത്തെ ഞങ്ങളുടെ ബ്രൈഡ് സ്വാതിയാണ്. ഞങ്ങൾ എറണാകുളത്ത് തന്നെ കളമശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. സാരി എടുക്കുന്ന ബ്രൈഡ്സ് ആണെങ്കിൽ ഞങ്ങൾ എപ്പോഴും ചെയ്യുന്ന പോലെ ആദ്യം സാരി എല്ലാം എടുത്ത് ഫ്ലീറ്റ്സ് ഒക്കെ എടുത്ത് തേച്ച് സെറ്റാക്കി വെക്കും. അതിനുശേഷമാണ് നമ്മൾ ഹെയറും മേക്കപ്പും സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്വാതിയുടെ ഒരു ഗ്രീനും ഗോൾഡനും കളറുള്ള സാരി ആയിരുന്നു. സാരി എല്ലാം ഫ്ലീറ്റ്സ് ഒക്കെ എടുത്ത് നമ്മളൊരു ഹാങ്ങറിലാക്കിയിട്ട്, ഹാങ്ങർ ഉണ്ടെങ്കിൽ ഹാങ്ങറിലാക്കിയിട്ട് നമ്മളവിടെ തൂക്കിയിടും കേട്ടോ. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഹെയറിൽ ഒരു വേവി കൊടുക്കാമെന്ന് ആളുടെ ഫേസ് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡിസ്കസ് ചെയ്തായിരുന്നു. കാര്യം ഞങ്ങൾക്ക് തോന്നി ആളുടെ ഫേസിന് ആ ഒരു വേവി ഹെയർ സ്റ്റൈൽ നന്നായിട്ട് ചേരുന്നു. ഓൾറെഡി ആളുടെ ഹെയർ കുറച്ച് വേവി ആയിട്ടുള്ള ഹെയറാണ്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഫ്രണ്ടിൽ മെസ്സി ആയിട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ഫ്രണ്ടിലുള്ള ആ വേവ്സ് കൊടുക്കുന്നത് നമ്മൾ 3 ടോൺസ് എന്ന് പറയും, അല്ലെങ്കിൽ വേവർ എന്ന് പറയുന്ന മെഷീൻ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ന്യൂഡിൽസ് കളർ വെച്ചിട്ടും കൊടുക്കുക, കുഞ്ഞു കളർ ഉണ്ടാവും, ആ കളർ വെച്ചിട്ട് നമുക്ക് ആ വേവ്സ് കൊടുക്കാം. കാര്യമില്ലേ, ഈ ഒരു ഹെയർ സ്റ്റൈല് എപ്പോൾ ചെയ്താലും എനിക്ക് ഇൻബോക്സിൻ്റെ അകത്ത് കമൻസ് ഉണ്ടാവും എങ്ങനെയാണ് വേവ്സ് കൊടുക്കുന്നതെന്ന്. അങ്ങനെ ചുട്ടിയൊക്കെ വെച്ചു, ഫ്രണ്ട് ഹെയർ സ്റ്റൈൽ ഫിനിഷ് ചെയ്തു. അതിനുശേഷം ഞാൻ കണ്ണെഴുതുവാണ്. നല്ല വിങ്സൊക്കെ ഇട്ടിട്ട് ലാഷസും ലെൻസൊക്കെ വെച്ച് കൊടുത്ത് നല്ല കംപ്ലീറ്റ് ഒരു നല്ല പെർഫെക്റ്റ് ഐ മേക്കപ്പ് തന്നെയാണ് ചെയ്യുന്നത്. ചില കണ്ണിൽ ലെൻസ് വെക്കാറില്ല, ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ല ഈ ലെൻസ് കണ്ണിൻ്റെ കളറ് മാറുന്നത്. ചിലർക്കത് ഉറപ്പായിട്ടും വേണമെന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ലെൻസ് വെച്ച് കൊടുക്കുന്നത്. നമുക്കിന്ന് സ്വാതിയുടെ മേക്കപ്പും പിന്നെ ഒരു ഹെയർ സ്റ്റൈലും മാത്രമേ ഉള്ളൂ. വേറെ ഗസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ഗസ്റ്റും ഗ്രൂമും എല്ലാം ചെയ്യാറുണ്ട്. പക്ഷേ ഗ്രൂമും ഗസ്റ്റും എല്ലാവരും ഒരുമിച്ചുണ്ടാവുന്നെങ്കിൽ മാത്രമാണ് ചെയ്യാറ്. നമ്മളൊരു സ്ഥലത്ത് നിന്ന് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേറൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്തിട്ട് ചെയ്യാറില്ല. കാര്യം ഗ്രൂമൊക്കെ ചിലപ്പോൾ വേറെ വീടിനടുത്ത് തന്നെ ആയിരിക്കും, പക്ഷെ വേറെ സ്ഥലങ്ങളിലായിരിക്കും. അങ്ങനെ നമ്മൾ ചെയ്യാറില്ല. കാര്യം നമ്മൾ ഇതെല്ലാം വീണ്ടും പാക്ക് ചെയ്ത് വീണ്ടും അവിടെ ചെന്ന് ചെയ്യുമ്പോൾ ടൈമിൻ്റെ ഇഷ്യൂ വരും. ബ്രൈഡിൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു ഡിലേ വന്നു കഴിഞ്ഞാൽ അത് ഗ്രൂമിൻ്റെ മേക്കപ്പിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതെല്ലാം കൊണ്ട് ബ്രൈഡും ഗ്രൂമും ഒരുമിച്ചുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഗ്രൂമിനെ ചെയ്യാറ്. അങ്ങനെ കണ്ണിലെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കണ്ണിൻ്റെ താഴെ ഉണ്ടല്ലോ, ഞാൻ ഫൗണ്ടേഷനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് എഴുതാറ്. അങ്ങനെ ചെയ്തു. സെറം ഇടുവാണ്. സെറം ഇട്ടതിന് ശേഷം ഞാൻ മോയ്സ്ചറൈസർ ഇടും. ഇതിൽ ഓയിലി സ്കിന്നാണെങ്കിൽ ഇതിൻ്റെ പ്രിപ്പറേഷനൊക്കെ വേറെയാണ്. ഇത് നമ്മുടെ സ്വാതിയുടെ ഒരു കോമ്പിനേഷൻ സ്കിന്നായിരുന്നു. നല്ല സ്കിന്നായിരുന്നു കേട്ടോ. എനിക്ക് എന്ത് വേണമെങ്കിലും പരീക്ഷിക്കാൻ പറ്റിയൊരു സ്കിന്നായിരുന്നു. നല്ല സ്കിന്നായിരുന്നു. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ചെയ്യാം, എന്ത് ഇട്ടാലും അതിൽ പിടിച്ചിരുന്നോളൂ, അങ്ങനത്തെ ഒരു സ്കിന്നാണ്. മോയ്സ്ചറൈസർ സെറമൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് വീശി കൊടുക്കുവാണ് അതൊന്ന് ഉണങ്ങാൻ. അതിനുശേഷം ഫൗണ്ടേഷൻ, കറക്റ്റർ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ കറക്റ്റർ, അല്ലെങ്കിൽ ഡയറക്റ്റ് ഫൗണ്ടേഷൻ. എൻ്റെ ഓർമ്മയിൽ സ്വാതിക്ക് ഞാൻ ഡയറക്റ്റ് ഫൗണ്ടേഷൻ ചെയ്തെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഫൗണ്ടേഷനൊക്കെ ഇട്ടു. സ്കിൻ ടോൺ വേണ്ടവർക്ക് നമ്മൾ സെയിം സ്കിൻ ടോണിലുള്ള ഫൗണ്ടേഷൻ യൂസ് ചെയ്യും. ചിലവർ കുറച്ച് ബ്രൈറ്റ് ആക്കണം എന്ന് പറയുമ്പോൾ ഒത്തിരി ബ്രൈറ്റ് ആക്കിയാൽ വൃത്തികേടായിരിക്കും സത്യം പറഞ്ഞാൽ. അപ്പോൾ ഒരു മീഡിയം ലെവലിൽ ഒരു 1-2 ലെവലും മുകളിലായിട്ട് നമ്മൾ സ്കിന്ന് ബ്രൈറ്റാക്കി കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്യുവാണ്. അതിന് ശേഷം പൗഡറൊക്കെ ഇട്ട് സെറ്റ് ചെയ്യും. അങ്ങനെ പിന്നെ കവറേജൊക്കെ എത്ര വേണോ അതനുസരിച്ച് നമ്മൾ ഫൗണ്ടേഷൻ കൂട്ടിയും കുറച്ചും എങ്ങനെ വേണമെങ്കിലും നമുക്കിടാം. പറഞ്ഞ് ഞാനൊരു മേക്കപ്പ് ക്ലാസ്സിൻ്റെ വീഡിയോ ഇടുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് പിന്നെ മേക്കപ്പിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ചെയ്യട്ടോ. ഷോർട്സ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അതുപോലെ നിങ്ങൾ ലോങ് വീഡിയോസ് ഫുള്ളായിട്ട് കാണണേ. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു സ്റ്റെപ്പ് കഴിയും, കുറച്ച് ദൂരെ നിന്ന് നോക്കും അതൊക്കെയാണോ, പിന്നെ അടുത്ത സ്റ്റെപ്പ് ചെയ്യും, പിന്നെയും ദൂരെ നിന്ന് നോക്കും. എപ്പോഴും എൻ്റെ ബ്രൈഡ്സ് എന്നോട് ഇങ്ങനെ നോക്കും, എന്താണ് ഈ കുട്ടി ഇങ്ങനെ എന്നെ നോക്കുന്നത്. അപ്പോൾ ഞാൻ ബ്രൈഡ്സിനോട് പറയും, എന്ത് ചെയ്താലും എനിക്കതൊന്ന് കണ്ട് എൻ്റെ മനസ്സിനെ സാറ്റിസ്ഫൈ ചെയ്യണം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ നോക്കുന്നത്. ചിലരെൻ്റെ നോട്ടം കണ്ടിട്ട് ശരിയായില്ലേ ചേച്ചി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അതങ്ങനെ നോക്കുന്നതല്ല, ഞാൻ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ നോക്കി ഓക്കെ ആണെന്ന് തോന്നുന്നു, അടുത്ത സ്റ്റെപ്പ് ചെയ്യും നോക്കും. അങ്ങനെയാണ്. അങ്ങനെ ഹെയറും മേക്കപ്പും ഫ്ലവറും എല്ലാം കഴിഞ്ഞതിന് ശേഷം സാരി ഉടുപ്പിച്ചപ്പോൾ നല്ല ഷെയ്പ്പായിട്ടോ. ഞങ്ങളത് ഇങ്ങനെ പറയുമായിരുന്നു, നല്ല സാരിയുമായിരുന്നു. നല്ല എല്ലാം സ്റ്റിച്ചിങ്ങും എല്ലാം പെർഫെക്റ്റ് ആയതുകൊണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് സാരി ഡ്രേപ്പ് ചെയ്യാനായിട്ട് പറ്റി. നല്ല കളറും ആളുടെ സ്കിന്നിനൊക്കെ ചേരുന്ന നല്ല ഭംഗിയുള്ള കളറൊക്കെ ആയിരുന്നു. ആരും പറയില്ല ഉണ്ടാക്കിയതാണ്. സത്യത്തിന് നന്നായിട്ട് ഒതുങ്ങിയിട്ടുണ്ട്. നല്ല ഷേപ്പായിട്ടുണ്ട്. ഇപ്പൊ നീ നല്ല ഷേപ്പായിട്ടുണ്ട്. അത് സാരി ഒളിപ്പിച്ചതിന്റെ കൂടെ ഉണ്ട്. ഇന്നലെ ഞാൻ
അത് കാണാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 പൊക്കലൊക്കെ പൊക്കിയിട്ട് ആളുടെ കസിൻസ് ആട്ടോ വന്നത്. അവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് തോന്നിയ പോലെ തന്നെ സാരി ഉടുത്തപ്പോൾ നല്ല ഒതുങ്ങി നല്ല ഭംഗിയായി ആളെ കാണാനായിട്ട്. പിന്നെ കുറച്ച് ഗ്ലോ ഒക്കെ കൊടുത്ത് ഒരു ഗ്ലാസ് സ്കിൻ ഫിനിഷിലാണ് നമ്മൾ മേക്കപ്പ് ചെയ്തിട്ടുള്ളത്. കണ്ണൊക്കെ അത്യാവശ്യം നല്ല ഹൈലൈറ്റ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അത് തന്നെ കിട്ടിയത്. അങ്ങനെ നിങ്ങൾ കേട്ട പോലെ ആൾക്കും ഒരുപാട് ഇഷ്ടമായി. ആളെ റെഡിയാക്കി കഴിഞ്ഞപ്പോൾ അത് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. ആകെ ഒരു ലുക്ക് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ഞങ്ങൾ ചെയ്ത് തീർത്ത അപ്പം തന്നെ ഞങ്ങൾ പോന്നു. ആൾ റൂമിൻ്റെ അപ്പുറത്ത് തന്നെ ഗ്രൂം ഉണ്ടായിട്ടോ. അപ്പോൾ ഗ്രൂമിനൊക്കെ ഇങ്ങനെ കൊണ്ടാൽ കാണിച്ചു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. തൊട്ടപ്പുറത്തപ്പുറത്ത് എല്ലാ കസിൻസും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും ഇങ്ങനെ ഓടി നടന്ന് കാണിക്കുമായിരുന്നു. പിന്നെ ഞാൻ മാലയൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു, തുന്നിക്കൊടുത്തു. വലിയ മാലകളാകുമ്പോൾ നമ്മളൊരു 4 or 5 തുന്നൽ വരെ കൊടുക്കണം, എന്നാൽ മാത്രമേ വൈകുന്നേരം വരെ നിൽക്കുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുത്തു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ഇന്നത്തെ ഫുൾ ലുക്ക് ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയണം. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ പറയണം കേട്ടോ, കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മളെന്താണ് ഹെയർ എക്സ്റ്റൻഷൻ, ലോങ് എക്സ്റ്റൻഷൻ ആയിരുന്നു വെച്ചേ. മുല്ലപ്പൂ മാത്രമായിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. നല്ല മുല്ലപ്പൂ ആയിരുന്നു കേട്ടോ, നല്ല അത്യാവശ്യം നല്ല തിക്നെസ്സിൽ കെട്ടിയ മുല്ലപ്പൂ ആയിരുന്നു വെച്ചേ. അങ്ങനെ ഫുൾ ലുക്ക് കഴിഞ്ഞു. ഏകദേശം ഒരു 8-9 മണി എന്തോ ആയപ്പോഴത്തേക്കും കഴിഞ്ഞിട്ടോ. പിന്നെ ബ്രൈഡ് പോയതിന് ശേഷം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു ഹെയർ ചെയ്യാനായിട്ട്. ആളുടെ ഹെയറും കൂടെ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. ഇതേ കണ്ടോ, ആൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഉമ്മയൊക്കെ തരുമായിരുന്നു. അങ്ങനെ ഇതേ ലാസ്റ്റ് ഒരു കെട്ടും കൂടി ഇങ്ങനെ കെട്ടിക്കൊടുക്കുവാണ്. ഹെവി മാല ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഒരു കെട്ടും കൂടെ കെട്ടിക്കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ ഒരു വർക്കിൻ്റെ കുഞ്ഞു വിശേഷമാണ് ഞാൻ കാണിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ചാനലൊന്ന് കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ.